ദർഗയിലെ തുലാഭാരമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇത് ദർഗയിലെ തുലാഭാരമാണ് കാണിക്കുന്നത്. അതാ ഹാജി അബ്ദുറഹ്മാൻ മലങ്ക് ഷാഹ് ബാബ, ഹാജി മലങ്ക് ദർഗയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതാ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി തുലാഭാരം നടക്കാൻ പോവുകയാണ്. ശർക്കര കൊണ്ട് കുട്ടിക്ക് തുലാഭാരം നടത്തുന്ന ഇതാ മുസ്ലിം ദർഗ കണ്ടോ? കൃത്യമായി നിങ്ങൾക്കത് കാണാം. അവിടെ അതാ ശർക്കരയുടെ കെട്ടുകൾ കാണുന്നു. ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ? ദർഗയിലേക്ക് തുലാഭാരത്തിനുള്ള ശർക്കര വിൽപ്പനക്ക്. കണ്ടോ? ദർഗയിലുള്ള ശർക്കര കെട്ടുകൾ കണ്ടോ? നീ അതാ തുലാഭാരം നടത്തുന്ന തുലാസ് കണ്ടോ? അതാ തുലാഭാരത്തിലതായി കുഞ്ഞിനെ ഇരുത്താനുള്ള ഏർപ്പാടാണ്. കുട്ടിക്ക് മാലയിടും, കുട്ടിയെ ഒരു തട്ടിലിരുത്തും, ഒരു തട്ടിൽ ശർക്കര വെക്കും, ദിക്ർ ചൊല്ലും. കേട്ടോളൂ. ശർക്കര ഒരട്ടി വെച്ചു, തൂക്കം ശരിയായിട്ടില്ല. मलंग बाबा की गुरु चराओ दी, 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 मलंग बाबा की गुरु चराओ दी. കണ്ടില്ലേ നിങ്ങള്? തുലാഭാര നടന്നത്. ഒരു തട്ടിൽ കുട്ടിയെ, മറ്റേ തട്ടിൽ ശർക്കര. ദർഗയിലേക്കാണ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ നേർച്ചയാക്കാണ്, നേർച്ചക്കടം വീട്ടാൻ വേണ്ടി വരികയാണ്. ദമ്പതികൾ വരുന്നു, കുട്ടികളെ തുലാഭാരത്തിന് ഇരുത്തേണ്. ആ നിലക്കുള്ള തുലാഭാരത്തിന്റെ പരിപാടി കണ്ടോ? ശർക്കര പൊട്ടിക്കുന്നു, അതിനവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊക്കെ പറയാവുന്ന സുന്നികളായിട്ട് ഒരു ബന്ധമല്ല. നാളെ അവിടുത്തെ ഖാദിമായ തൃശൂർ ചാവക്കാട് സ്വദേശി ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു. പേരെന്താ പറഞ്ഞേ? എന്റെ പേര് കാസിം തങ്ങള്. കാസിം തങ്ങള് 8:40 പള്ളിക്കത്തെ കത്തീബ് വന്ന് ദുവാരത്തിന് ശേഷമാണ് വാർത്ത കിടക്കാൻ. ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇതിലാണ് ഇപ്പൊ ഈ ദർഗകള് സുന്നിന്റെ ഇതിൽ തന്നെ. അപ്പൊ അതിന്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നാസർ ഖാൻ ഈ കടല്ലേ, നാസർ ഖാൻ പറയുമ്പോൾ എന്താണെന്ന് പറയാ. മൂപ്പര് ഇവിടെ തന്നെയാണ്. മൂപ്പരാണ് ഇപ്പോൾ ട്രസ്റ്റിണ്ടായിരുന്നു. ഇപ്പൊ 9 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഇത് കഴിഞ്ഞ് ട്രസ്റ്റിലുണ്ടായിരുന്നു 9 കൊല്ലം. ഇപ്പൊ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. കുട്ടികൾ ഇല്ലാത്തതിനൊക്കെ കുട്ടികളില്ലാത്തതിന് പറയുമ്പോ ഉപ്പാപ്പാന്റെ അടുത്ത് വന്നിട്ട് ആ ചോന്ന ചേർട്ടുണ്ട്. അത് ഉപ്പാപ്പാന്റെ അടുത്ത് പറഞ്ഞ് നമ്മള് ഒരു 5 കെട്ട് കെട്ടുക. ഉപ്പാപ്പാന്റെ അടുത്ത് പറയാം എനിക്ക് കുട്ടികളില്ല, അങ്ങനെ കുട്ടികളുടെ മക്കളില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞ് ആ 100 കെട്ടി കഴിഞ്ഞു. കേട്ടില്ലേ സുഹൃത്തുക്കളെ?